PM ശ്രീ പദ്ധതി വീണ്ടും രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസത്തെ UDF യോഗത്തിന് ശേഷം UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോഴത്തെ പുതിയ വിഷയം. വാർത്താ സമ്മേളനത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശ് പ്രധാനമായും പറഞ്ഞത് PM ശ്രീ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. മാത്രവുമല്ല, ഉപസമിതി റിപ്പോർട്ട് ഉടൻ തന്നെ ലഭിക്കുമെന്നും UDF ഈ വിഷയം ചർച്ച ചെയ്തുവെന്നുമൊക്കെ അടൂർ പ്രകാശ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പക്ഷേ ഇതിൽ വലിയ തരത്തിലുള്ള അതൃപ്തിയാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രകടിപ്പിച്ചത്. അവരുടെ നേതാവായ കുഞ്ഞാലിക്കുട്ടി പ്രധാനമായും പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, പ്രത്യേകിച്ചും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നിട്ടില്ല, അതൊക്കെ വെറുതെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപാടെ UDF കൺവീനർ വീണ്ടും മലക്കം മറിഞ്ഞു. UDFൽ ഇങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്നും അതൊക്കെ വെറുതെയാണെന്നും താൻ പറഞ്ഞത് ഉപസമിതി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം, അതായത് ക്യാബിനറ്റ് ഉപസമിതി അല്ലെങ്കിൽ മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ ഒരു ഉപസമിതി ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമോ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉപസമിതിയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും തീരുമാനമെന്ന് അദ്ദേഹം വീണ്ടും മാറ്റി പറഞ്ഞു. അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും മാറ്റിപ്പറഞ്ഞും അത് വീണ്ടും ചർച്ചയായുമൊക്കെ മുന്നോട്ട് പോവുകയാണ് പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഓഫ് റൈസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി, അല്ലെങ്കിൽ PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ചർച്ച ഇപ്പോഴും തുടങ്ങിയതല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ്. അന്ന് PM ശ്രീ പദ്ധതി CPI അറിയാതെ CPIMൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിന് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു എന്നായിരുന്നു അന്നത്തെ വലിയ ആരോപണം. പിന്നീട് അത് ചർച്ചയായി CPMും CPIയുമായി LDFനകത്ത് തന്നെ ഇടതുമുന്നണിയിൽ തന്നെ വലിയ ചർച്ചയായി മാറി. തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും UDF PM ശ്രീ പദ്ധതി അവരുടെ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം UDF അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടത് സർക്കാർ ഒപ്പിട്ട കാര്യമാണ്, അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, നിയമം അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതേ പിടിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് നടപ്പിലാക്കിയേ മതിയാകുള്ളൂ, അല്ലെങ്കിൽ സർക്കാരിന് ഇനി ഗ്രാൻറ്റുകൾ കിട്ടില്ല എന്ന് പറഞ്ഞു. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും പറഞ്ഞു. ആ ഉപസമിതി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഉപസമിതിയുടെ തീരുമാനങ്ങൾ ഇതുവരെയായി എത്തിയിട്ടില്ല. അതിനിടയ്ക്കാണ് UDF കൺവീനർ രണ്ട് കൈയും വിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, അതായത് UDFൽ തീരുമാനമായി PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെ ചൊല്ലി. അത് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എന്തായാലും കുറച്ചു നാളായി മന്ദഗതിയിൽ ഈ PM ശ്രീ പദ്ധതിയുമായി ഒന്നും പറയാതിരുന്ന LDFനും കിട്ടി ഒരു ആയുധം. അവരും ഏറ്റുപിടിച്ചു. കാരണം കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് പദ്ധതിയിൽ നിന്നും ഒഴിഞ്ഞു മാറാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനും ഒഴിഞ്ഞു മാറാം എന്നാണ് LDF ഇപ്പോൾ പറയുന്നത്. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി തന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലും PM ശ്രീ പദ്ധതിയുടെ പേരിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്, UDFുമായി വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ താല്പര്യമുള്ളവർ മാത്രം നടപ്പിലാക്കിയാൽ മതി, ഇല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ നിന്നും ധാരണയിൽ നിന്നും പിന്മാറാമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനം പിന്മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് പുതിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നത്. എന്തായാലും ഉപസമിതി യോഗം ഉടൻ തന്നെ ചേരും, അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇതിനിടയിൽ കടുത്ത വിയോജിപ്പ് അറിയിച്ച ലീഗ് നേതാക്കന്മാർ, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ലീഗ് മന്ത്രിമാരൊക്കെ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കുന്നത്, പ്രത്യേകിച്ചും LDF അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ. നിലവിലെ സാഹചര്യത്തിൽ നീറ്റിൻ്റെ പേരിലുള്ള സമരം നമ്മൾ കണ്ടതാണ്. അത് ഡൽഹിയിലായിരുന്നു. വലിയ നേതാക്കന്മാരോ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും തന്നെ ആ സമരം ഏറ്റെടുത്തില്ല എങ്കിൽ തന്നെയും വിദ്യാഭ്യാസ രംഗത്തെ നീതികളിനെതിരെ യുവാക്കൾ വലിയ തരത്തിൽ അവിടെ സംഘടിച്ചു. അവസാനം അവിടെയും വിജയം കണ്ടു. അത്തരത്തിലൊരു നീക്കം എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ എന്നൊക്കെ യുവാക്കൾ ചിന്തിക്കാതിരിക്കാൻ സാധ്യതയുമില്ല. എന്തായാലും കേരളത്തിൽ PM ശ്രീ പദ്ധതി ഇപ്പോൾ ചർച്ചയാണ്.
ചർച്ച മാത്രമല്ല, ഒരു രാഷ്ട്രീയ ചർച്ചയായി അത് മാറിക്കൊണ്ടേ ഇരിക്കുന്നു. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുന്ന തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ തലമുറ നല്ലത് പഠിക്കണം, നല്ലത് പഠിച്ചത് നടപ്പിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും, പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ. പക്ഷേ അതൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ എല്ലാ രക്ഷിതാക്കളുടെയും മുന്നിലുള്ളത്. PM ശ്രീ പദ്ധതി വേണമെങ്കിൽ നടപ്പിലാക്കാം, വേണ്ടെങ്കിൽ നടപ്പിലാക്കേണ്ട. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്, പണമാണ് പ്രധാന പ്രശ്നം. സർക്കാരിന് പണം കിട്ടും, വിദ്യാഭ്യാസ മേഖലയ്ക്ക് പണം കിട്ടും, അതിന് അപ്പുറം മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ PM ശ്രീ പദ്ധതി വഴിയുള്ള പണം ലഭിച്ചാൽ വലിയ തരത്തിലുള്ള സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് സർക്കാർ. പക്ഷേ അത് നടപ്പിലാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവർക്കറിയാം. എങ്കിൽ തന്നെയും പണം അതിനപ്പുറം മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലതരത്തിൽ, പല രൂപത്തിൽ, പല ഭാഗത്തായി നടക്കുന്നത്.